എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡ് സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു. എന്നാലും ഓപ്പണിങ്ങിൽ ഒരു നിഫ്റ്റി നോക്കിയാൽ അറിയാം, ഹൈ ഓപ്പണിംഗ് വന്നു, കുറച്ചിറങ്ങി പെട്ടെന്ന് തിരിച്ച് കയറിപ്പോയി. CPR വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇതുണ്ടല്ലേ, പ്രീവിയസ് ഡേ ഹൈയും R1 അടുത്തടുത്താണ്. അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്താൽ ഓപ്ഷന് ഇവിടുന്ന് എത്ര പോയിന്റ് തരുന്നുണ്ട്? 25,426 എന്ന് ഏകദേശം 336, അതായത് 90 പോയിന്റ് ഇവിടെ തരുന്നുണ്ട്. നമുക്ക് 90 പോയിന്റ് തരുമ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷനിൽ ഒരു 25, 30 അല്ലെ 50 നല്ല ഹെവി മൂവ്മെന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ 40-50 രൂപയോളം പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് CPRന്റെ താഴെ ജസ്റ്റ് ട്രേഡായി. പിന്നെ CPRന്റെ മുകളിൽ കയറിയതിന് ശേഷം തിരിച്ചിറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഒരു ഫ്ലാറ്റ് ഒരു ഇതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇച്ചിരി പ്ലസ്സിലാണ്. ഓപ്പണിങ്ങിൽ ഹൈ ഓപ്പണിംഗ് വന്നു, തിരിച്ച് ഇവിടം വരെ വന്നു, അതായത് CPR അടുത്ത് വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോയി ഒരു 0.41% റേഞ്ചിലാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ മൂവ്മെന്റ് ബാലൻസ് ഉള്ള പോലെ കണ്ടിട്ട് തോന്നുന്നു. എന്തായാലും നല്ല മാർക്കറ്റ് ആയിരുന്നു. നമ്മൾ എടുത്തിരുന്ന ഷെയർസിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ ഒരു 6-7 ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഈ ഷെയർ സാധന എന്ന് പറയുന്ന ഷെയർ, ഹാർഡ്വിന്, GIC, ന്യൂജന്, ടൈം ടെക്നോ, PTC, ഈ കാബ്ര എന്ന് പറയുന്ന ഈ ഷെയർ, കല്യാൺ ജുവലറി ആവറേജ് നല്ല അടിപൊളി ചാൻസ് ആണ്. നമുക്കൊരു 4-5 ഷെയർ നോക്കാം. ഈ ആവറേജിൽ 726 കല്യാൺ ജുവലറിയുടെ നമുക്ക് ആ ചാർട്ടിൽ നോക്കാം. കല്യാൺ ജുവലറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചില്ല. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന തലേ ദിവസത്തെ ആവറേജ് നോക്കിയേ. ഈ ക്യാൻഡിലെ ഹൈ നോക്കിയേ 720. ഇവിടെ നോക്കിയാൽ മതി, ഹൈ 725.60. നമ്മുടെ ഇതിന്റെ ആവറേജ് 726. അവിടെ ഒരു എൻട്രി എടുക്കുന്നവർക്കാണെങ്കിൽ 725, 724, അല്ലെങ്കിൽ CPR കട്ട് ചെയ്തപ്പോൾ എടുക്കുമെന്നവർക്ക് 724 റേഞ്ചിൽ നിന്നൊക്കെ എടുത്താലും നമുക്ക് 676 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 46-47 രൂപ നല്ല പ്രോഫിറ്റ് അത് കിട്ടുമായിരുന്നു അതിൽ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ. അതിനുശേഷം നമുക്ക് ഹാർഡ്വിൻ എന്ന് പറയുന്ന ഷെയർ, ചെറിയ ഷെയർ ആണ്, പക്ഷേ അതിനകത്ത് നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഷെയറിനകത്ത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 കയറിപ്പോയി, R2 പോയില്ല. R2 പോകാതെ തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ഈ ഇറങ്ങി 42.73 നമ്മൾ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. അത് 42.80 റേഞ്ചിൽ നിന്നൊക്കെ എടുത്തവർക്ക് 40.52, അതായത് 2 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കിട്ടും. അതായത് ചെറിയ ഷെയറിനകത്തൊക്കെ നമുക്ക് 2000 ക്വാണ്ടിറ്റി ഒക്കെ ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. റിസ്കേ ഇല്ല, നല്ല ചാൻസ് അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ GIC ഹൗസിംഗ് ഫൈനാൻസ് ഓപ്പണിങ് ഫ്ലാറ്റ്, ക്ലോസിംഗ് കുറച്ച് അപ്പ് ഓപ്പണിങ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചിട്ട് മുകളിലോട്ട് കയറിയില്ല. R1 താഴോട്ട് ഇറങ്ങി. നമ്മളവിടെ ഇവിടെ എൻട്രി എടുക്കുക. ഇവിടെ 276 എൻട്രി എടുത്താൽ നമുക്ക് 278 ഒറ്റ രൂപയുടെ റിസ്കേ ഉള്ളൂ. ഇവിടുന്ന് വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് 276, 75, 255 വരെ, അതായത് 20 രൂപ പ്രോഫിറ്റ് ഈസി ആയിട്ട് അതിനകത്ത് കിട്ടുമായിരുന്നു. അതിനുശേഷം ന്യൂജൻ എന്ന് പറയുന്ന ഷെയർ, ന്യൂജൻ സോഫ്റ്റ്വെയർ ഓപ്പണിംഗ് ക്യാൻഡില് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ്. അതിനുശേഷം ഹൈ കട്ട് ചെയ്തു, R1 പോയില്ല, തിരിച്ചിറങ്ങുമാക്കി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. നമ്മളിവിടെ 1220 എടുത്താൽ 1230 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് ഒറ്റ ക്യാൻഡിലെ തന്നെ എത്ര വന്നിട്ടുണ്ട്? 1166. നമ്മൾ എൻട്രി എടുക്കുന്നത് 1220 റേഞ്ചിൽ നിന്ന് എടുത്താൽ നമുക്ക് ഏകദേശം 60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്.
നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഒറ്റ ക്യാൻഡിൽ തന്നെ അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടൈം ടെക്നോ, നമ്മൾ ഈ പറയുന്ന എല്ലാം ഷോർട്ട് സെല്ലാണ്. ഞാൻ ഷോർട്ട് സെല്ല് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. പുതിയതായിട്ട് കാണുന്നവരെ അത് നോക്കി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒറ്റയടിക്ക് വീഡിയോ കണ്ടിട്ട് പോയി പെട്ടെന്ന് പിറ്റേ ദിവസം ട്രേഡ് എടുക്കരുത്. ഈ സൂപ്പർ ഹൈ ഡേ ഇത് കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുമായിരുന്നു. ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 442 43 എൻട്രി എടുത്താൽ 424 18 രൂപ 20 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പി ടി സി ഇന്ത്യ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ അല്ല, R1 മുകളിൽ ഓപ്പൺ താഴോട്ട് ഇറങ്ങി. ഇവിടെ ഒരു 244 എൻട്രി എടുത്താൽ 244 രൂപ ചെറിയ ചാൻസേ ഉള്ളൂ അതിനകത്ത്. അടുത്തത് കാബ്ര എന്ന് പറയുന്ന ഷെയർ. ഒത്തിരി ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളി ചാൻസ് കിട്ടും. പക്ഷെ എങ്കിൽ വെയിറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. അല്ല ചുമ്മാതെ ഇടയ്ക്ക് പോയി എൻട്രി ചെയ്താൽ നമുക്ക് പണി കിട്ടും. ഇവിടെ നോക്കിയേ, കാബ്ര എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് R1 മുകളിലാണ്. അതിനുശേഷം നേരെ പോയി R2 അടുത്ത് വരെ പോകുന്നുണ്ട്, തിരിച്ചറിയാം. നമ്മളപ്പോൾ ഈ റേഞ്ചിലൊന്നും നമ്മൾ എൻട്രി എടുക്കത്തില്ല. ഇങ്ങനെ വന്ന് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 458 എൻട്രി എടുക്കാം. പക്ഷേ എങ്കിൽ ഇത്രയും ഹൈന്ന് വരുന്നത് ഒരു ചെറിയ അപ്പ് മൂവ്മെന്റ് ഇവിടെ ചിലപ്പോൾ കാണിക്കും. ഇതിനകത്ത് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അടിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് 491, അതായത് 89, 491 പോയിട്ട് നമ്മൾ ഈ 489 എൻട്രി എടുത്താൽ നമുക്ക് 476 15 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അതിലും കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യും. ഏത് ലെവലാണ് വരുന്നത്? നമ്മുടെ മെയിൻ ലെവലുകൾ പ്രീവിയസ് ഡേ ഹൈ R1, R2, R3, R4 ഒക്കെയാണ്. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഫസ്റ്റ് റിവേഴ്സ് ആയി ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നത്, അവിടെ നമ്മൾ എൻട്രി എടുക്കും. ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന പോലെ അവിടെ എൻട്രി എടുത്താൽ അന്നേരം വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതിനകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേനുള്ള ഷെയർസ് നോക്കാം. നാളത്തെ ഞാൻ 14 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ ഈ BBTC എന്ന് പറയുന്ന ഷെയർ നോക്കി, എൻ്റെ ആവറേജ് നോക്കി 2768. ഈ ഷെയർ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ഈ റേഞ്ചിലോട്ട് വരുവാണെങ്കിൽ, ഈ റേഞ്ച് വന്ന് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വീണ്ടും ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഇത് ഡൗൺ ഓപ്പണിങ് ചെറിയൊരു 10-20 പോയിന്റ് ഡൗണിലോട്ട് പോയിട്ട് തിരിച്ച് കയറിയാൽ ഈ ഷെയർ ഇതിൻ്റെ ലോ ചിലപ്പോൾ നാളെ മോർണിംഗിൽ ഇത് 680 താഴോട്ട് പോയിട്ട് തിരിച്ച് ഈ ലോയുടെ മുകളിലോട്ട് കയറി ട്രേഡിങ് തുടങ്ങിയാൽ ഈ ഷെയർ മുകളിലോട്ട് കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഹൈ ഓപ്പണിംഗ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ BTSക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഷെയർ, അപ്പോൾ അവർക്ക് സെല് ചെയ്യാൻ പറ്റും. ലോ ഓപ്പണിംഗ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ലെവലിൽ താഴെ പോയിട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് റീസണബിൾ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ബുക്ക് ചെയ്യുക. ജൂബിലന്റ് ഫാർമ ഇന്ന് വലിയൊരു പിടിതരാത്ത മൂവ്മെൻ്റ് തന്നെ. എന്നാലും ഇന്നത്തെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ വന്നിട്ട് ഈ ഷെയർ നമുക്ക് ലെവലുകൾ വന്ന് തരുവാണെങ്കിൽ, അതായത് ഈ R1 അതല്ല പ്രീവിയസ് ഡേ ഹൈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 2 റേഞ്ചിനും താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഷെയറിന്. അതുപോലെ കെംപ്ലാഷ് എന്ന് പറയുന്ന ഷെയർ ഹൈയും R1 5 രൂപയുടെ ഗ്യാപ്പുകൾ, ഈ 2 ലെവലിൽ വന്നിട്ട് ഈ 2 ലെവലും താഴോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പം ഇറങ്ങിപ്പോകാം. ആക്ഷൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കുക. ത്രിവേണി എഞ്ചിനീയറിംഗ് വന്നിട്ട് ഹൈയോ R1 അടിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഹൈ അടിച്ചിട്ട് വരുവാണെങ്കിലും ചാൻസ് എടുക്കുക. 5-6 രൂപയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. സൂര്യ റോഷിനി 700 മുകളിൽ പോയിട്ട് 690 കാട്ടിയാണെങ്കിൽ ഒരു പ്രാവശ്യം സെല്ല് ചെയ്യാം. നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതെല്ലാം ഒരു മൂവ്മെൻറ്റ് കിട്ടി ഈ R1 R2 പോയിട്ട് ഇറങ്ങണം, നല്ല സൂപ്പർ ചാൻസ് ആയിരിക്കും ഈ ഷെയറിനകത്ത്. ഓപ്പണിങ് കിട്ടണമെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഈ റേഞ്ചിൽ കിട്ടിയാലും ഏത് റേഞ്ചിൽ കിട്ടിയാലും താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക. ലുമാക്സ് ടെക് ഇത് ഹൈ ഓപ്പണിങ് വന്നിട്ട് ആ റേഞ്ചിൽ തന്നെ നിന്ന് കളിച്ച ഷെയറാണ്. അപ്പോൾ ഈ ഷെയർ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 600 ഈ R3 വരെ വരാൻ ചാൻസ് കൂടുതലാവും.
ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടിയാൽ ഈസി ആയിട്ട് ഈ R3 വന്നു. ഈ R3 വന്നിട്ട് ഇറങ്ങുമോ അതല്ല 600 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ പോലും ഇപ്പോൾ 603 എന്നൊരു ഹൈ അടിച്ചിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ 600 താഴോട്ട് പോകുമ്പോൾ എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് 3 രൂപയുടെ റിസ്ക് എടുക്കണം. അങ്ങനെ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഇൻ്റർനാഷണൽ കൺവേഴ്സ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ R2 റേഞ്ചിന് താഴെ വരുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. GM ബ്രൂ ഹെവി മൂവ്മെൻ്റ് ഉള്ള ഷെയറാണ്, അത് നോക്കി ചെയ്യുക. ഈ റേഞ്ചിൽ നിന്ന് ഒരു സെല്ലിങ് ചാൻസ് തന്നാലും പെട്ടെന്ന് തിരിച്ച് കയറും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, അത് നോക്കിയിരിക്കണം. അഥവാ തിരിച്ച് കയറുന്നവർ തോന്നി അന്നേരം കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബയോഫിൽക്കം നാളെ എനിക്ക് തോന്നുന്നു ASM ലിസ്റ്റിൽ പോയി ഷെയർ. ASM ലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ഈ ഷെയർ നല്ല രീതിയിൽ ഇറങ്ങും. പക്ഷേ നമുക്ക് ലെവൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഹൈ അടിച്ചിട്ടാണോ ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നോക്കുക. ഈ നമുക്ക് ഈ ഹൈയോ ഈ ASM ലിസ്റ്റിലാണെങ്കിൽ ഈ R1 ലെവലിലൊക്കെ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. കനോറിയ കെമിക്കൽ ഒരു ഹെവി മൂവ്മെൻറ്റ് ചിലപ്പോൾ നാളെയും പ്രതീക്ഷിക്കുക ഈ ഷെയറിനകത്ത്. 200 പോകാൻ ഒരു മിനിറ്റ് നോക്കട്ടെ. ഇത് ഓൾറെഡി 200 പോയ ഷെയറാണെന്നാണ് തോന്നുന്നു. നോക്കട്ടെ. ഹൈ 176. അപ്പം ഇന്ന് 176 തോന്നുന്നു. ഇന്നത്തെ ഹൈ ആണ് 52 ഹൈ. അപ്പോൾ ഓക്കെ, ഈ ഹൈ 72, 83. R1 റേഞ്ച് എന്നൊക്കെ വന്നാൽ എൻട്രി എടുക്കാം. ഒരു 2-3 രൂപയ്ക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള മനസ്സ് വെച്ചിട്ട് എൻട്രി എടുക്കാം. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യം 200 മുകളിൽ പോകാൻ ചാൻസ് ഉള്ള ഷെയറാണ്. നോക്കി ചെയ്യും എന്തായാലും. യുണൈറ്റഡ് പോളി ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 R2 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് പിടിക്കാൻ പറ്റുന്നു. BSE ഓപ്പണിംഗ് മൂവ്മെൻറ്റിൽ 3500 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടല്ല. ആ 500, 510, 515 പോയിട്ട് 500 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യം എൻട്രി എടുത്തിട്ട് നമ്മൾ ലെവലല്ല നോക്കുന്നത്, ആ ലെവലിന് 3500 താഴോട്ട് നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നോക്കുക. അതല്ല 3500 അടിച്ചിട്ട് 3450 താഴെ വോളിയത്തോടെ ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് സെല്ലിംഗ് ചാൻസ് ഈ റേഞ്ചിലും എടുക്കാൻ കുഴപ്പമില്ല. ആര്യ സർഫക്റ്റൻസ് എന്ന് പറയുന്ന ഈ ഷെയർ 767 ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് R1 അടിച്ചാൽ ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. BBTC ആവറേജ് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ജൂബിലൻ ഫാർമയും ഇപ്പം ഈ ഷെയർ 224 അപ്പോൾ ചിലപ്പോൾ 1230-35 പോയിട്ട് ഈ ആവറേജ് പ്രൈസിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറങ്ങിപ്പോകുന്നതാണ് തോന്നുന്നു ഈ ഷെയർ. എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.